ഇന്ന് നമ്മൾ കേട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. അതായത് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട DMRCയുടെ ഇടക്കാല റിപ്പോർട്ട് പരിശോധിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നു സർക്കാർ എന്നുള്ളതാണ്. ഗതാഗത വകുപ്പ് സെക്രട്ടറി കൺവീനറായ സമിതിയെയാണ് നിയോഗിച്ചത്. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച ആശയങ്ങളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം. അപ്പോൾ ഹൈ സ്പീഡിൽ തന്നെയാണ് സർക്കാർ. എന്തായാലും ഈ പദ്ധതി സംസ്ഥാനത്തിന് എത്രത്തോളം അനുയോജ്യമാണെന്ന് വിലയിരുത്താൻ സമഗ്രമായ റിപ്പോർട്ടാണ് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിവേഗ റെയിൽ പദ്ധതി കേരളത്തിന്റെ ഭൂപ്രകൃതിക്ക് സാങ്കേതികമായി എത്രത്തോളം അനുയോജ്യമാണെന്ന് പരിശോധിക്കും. ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അതിവേഗ റെയിൽ ആശയങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നേരത്തെ നമ്മളിതൊക്കെ പരിശോധിച്ചതും വാർത്തകളിലൊക്കെ നിറഞ്ഞതുമാണ്. ഇന്നിപ്പോൾ ഈ ഒരു പദ്ധതിയുമായി സർക്കാർ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ശ്രീധരന്റെ ഭാഗത്തു നിന്നും സർക്കാരിന് മുൻപിൽ വെച്ചിരിക്കുന്ന ആശയങ്ങൾ എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അതിവേഗ റെയിലിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഈ 3.5 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് വിശദമായി ഓരോന്നോരോന്നായി പരിശോധിക്കാം എന്നുള്ളതാണ്. അതിവേഗ റെയിലിൽ യാത്രാ സമയം 3.5 മണിക്കൂർ ആയിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന് 12 ബോഗികൾ ആണ് ഉള്ളത്. യാത്രാസമയം 3.5 മണിക്കൂറാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം 12 ബോഗികളാണ്. അതിൽ 800 യാത്രക്കാർ ഉണ്ടാകും. 12 ബോഗികളും 800 യാത്രക്കാരുമാണ് ഉണ്ടാകുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇത് എവിടെ മുതൽ എവിടം വരെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയാണ്. കാസർഗോഡ് ജില്ലയുമായി ബന്ധിപ്പിക്കില്ല ഈ അതിവേഗ റെയിൽ. പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെയാണ് ഈ അതിവേഗ റെയിൽ വരാൻ പോകുന്നത്. 23 സ്റ്റേഷനുകളാണ് ഇതിനിടയിൽ ഉണ്ടാകുക. ഈ 3.5 മണിക്കൂർ കൊണ്ട് 23 സ്റ്റേഷനുകൾ പിന്നിട്ട് പൂജപ്പുര മുതൽ കണ്ണൂർ മുണ്ടയാട് വരെയാണ് അതിവേഗ റെയിൽ കടന്നു പോകുന്നത്. ഈ ശ്രീധരന്റെ ആശയം വെച്ചുള്ള അതിവേഗ റെയിൽ. അതിന് വേണ്ടത് 430 കിലോമീറ്റർ ദൂരമാണ്. പരമാവധി 180 മുതൽ 200 കിലോമീറ്റർ മണിക്കൂറിൽ 180 മുതൽ 200 കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും ഈ അതിവേഗ റെയിൽ കടന്നു പോകുക. ഇനി ഇതിൻ്റെ ചെലവ് എത്രയാണ് എന്ന് വെച്ചാൽ ഏകദേശം എസ്റ്റിമേറ്റ് 60,000 കോടി രൂപയാണ് ചെലവ് വരിക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനം നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഈ അതിവേഗ റെയിൽ. നേരത്തെ അറിയാം, നമുക്ക് സിൽവർ ലൈനൊക്കെ വന്ന സമയത്ത് കൂടുതൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയത് സ്ഥലം ഏറ്റെടുപ്പിനെ ചൊല്ലിയാണ്. തങ്ങളുടെ വാസസ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ റോഡുകളൊക്കെ കൂടുതലായിട്ട് ആ രീതിയിൽ എടുക്കുകയാണെങ്കിൽ യാത്രാ സൗകര്യങ്ങളൊക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കയായിരുന്നു ജനങ്ങൾക്ക് ഉള്ളത്. കുറഞ്ഞ സ്ഥലം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാനാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതിൽ എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കൂടുതലും എലവേറ്റഡ് അല്ലെങ്കിൽ തുരങ്ക പാതകൾ, അതായത് സീ ലെവലിന് മുകളിലേക്കുള്ള എലവേറ്റഡ് ഹൈവേ, അതുപോലെ ടണൽ, താഴെ കൂടിയുള്ള അണ്ടർ ഗ്രൗണ്ടിലൂടെയുള്ള ഹൈവേ, അത്തരത്തിലുള്ള രീതിയിലായിരിക്കും ഈ പാതകൾ ഉണ്ടാകുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ബ്രോഡ് ഗേജ് സംവിധാനമായിരിക്കും ഈ ഒരു അതിവേഗ റെയിലിനായിട്ട് ഉപയോഗിക്കുക. ട്രെയിൻ കടന്നു പോകുന്ന പാത ബ്രോഡ് ഗേജ് സംവിധാനത്തിലൂടെയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ 3 പ്രധാന വിമാനത്താവളങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റി കൃത്യമായിട്ടുണ്ടാകുമെന്നുള്ളതാണ്. തിരുവനന്തപുരം, കൊച്ചി, അതുപോലെ തന്നെ കരിപ്പൂർ വിമാനത്താവളങ്ങളുമായിട്ടുള്ള നേരിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ടാകും. കണ്ണൂർ വിമാനത്താവളവുമായി കണക്ടിവിറ്റി ഇല്ലെങ്കിൽ പോലും മുണ്ടയാട് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയും വേഗം കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ നിർമ്മാണം 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, 4 വർഷം കൊണ്ട് ഈ ഒരു അതിവേഗ റെയിൽ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കും, അല്ലെങ്കിൽ അത് ഉദ്ഘാടനം നടത്തും എന്നുള്ളതാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. 4 അല്ലെങ്കിൽ 5 വർഷത്തിനകം ഈ ഒരു അതിവേഗ റെയിൽ പാത കേരളത്തിൽ ആകും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളെയാണ്. അപ്പോൾ വന്ദേ ഭാരതിനേക്കാൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കായിരിക്കും. വന്ദേ ഭാരതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടിയ ടിക്കറ്റ് നിരക്കാണ് സാധാരണ ട്രെയിനിനേക്കാളിലും. വന്ദേ ഭാരതിനേക്കാൾ കുറഞ്ഞ ടിക്കറ്റ് നിരക്കായിരിക്കും ഈ ഒരു അതിവേഗ റെയിൽ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർക്കെല്ലാം ആ തരത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാമാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. DMRCയെ ഏൽപ്പിക്കുമ്പോൾ ഈ രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഉദ്ദേശമാണ്. കേരളത്തിൽ കൊച്ചി മെട്രോ അടക്കം നിർമ്മിച്ച ഒരു പരിചയം കൂടി DMRCക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർക്കാരും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്.